ഇപ്പൊ ഞാനും കല്യാണം കഴിഞ്ഞ ശേഷമാണല്ലോ അവിടെ പോകുന്നത്. അപ്പൊ കുക്ക് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടെങ്കിലും നമുക്കൊരു പേസും ഒരു സ്പീഡും ഒക്കെ വേണം. പെട്ടെന്ന് കുക്ക് ചെയ്ത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാനും വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അധിക ദിവസം രാവിലെ മുന്നത്തെ ഇപ്പൊ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ അധികം ഓട്സാ കഴിക്കുക. എന്ത് ഫുഡാണെങ്കിലും അമൃതാണെങ്കിലും നമ്മൾ ഓവർ കഴിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ ഒരു ലോങ്ങർ പീരിയഡ് ഓഫ് ടൈമിൽ നമ്മളിപ്പോൾ ഓട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം ബ്രേക്ക്ഫാസ്റ്റിൽ എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മയൊന്നും ചെയ്യണ പോലെ രാവിലെ ദോശ പുട്ട് അതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. അത്രയൊന്നും നടക്കില്ല. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം എന്ന് ഇങ്ങനെ നോക്കി ചെയ്തു തുടങ്ങിയതായിരുന്നു. പക്ഷെ ഇത്രയൊന്നും വെറൈറ്റി ആദ്യം ഉണ്ടാക്കില്ലായിരുന്നു. ഇങ്ങനെ 1-2 വീഡിയോ ഒക്കെ ചെയ്ത് അത് ആൾക്കാർക്ക് ഇഷ്ടമായി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളിതിൽ റിസർച്ച് ചെയ്യുമല്ലോ. അങ്ങനെയാണ് പിന്നെ. പക്ഷെ എപ്പോഴും ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത് ശരിയല്ല, 1-2 തവണ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്യുമ്പോഴേ ഇപ്പൊ പല കാര്യങ്ങളും പലതും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോ ഞാനൊരു ഡയറ്റീഷ്യനായിട്ട് ചെറിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള മിക്സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു, ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ ഫീൽ ആണ് ആൾക്കാർക്ക്. തനി മലയാളി അല്ലെങ്കിൽ ആ പെൺകുട്ടി നമ്മൾ ഐശ്വര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ ഫീല്. ഇപ്പൊ നമുക്കിപ്പം ഏതാണ്ട് ഒരു 5-6 ഇയേഴ്സ് അല്ലേ, ഇപ്പൊ അവിടെ ചെല്ലുന്നു, ആംസ്റ്റർഡാമിൽ ആദ്യം ചെല്ലുന്നു, അവിടെ കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 6 ഇയേഴ്സിന് അടുത്തുള്ള ഒരു ജേർണിയാണ് നമ്മൾ കാണുന്നത്. അവിടെ തൊട്ടുള്ള തനി മലയാളിനെ നമുക്ക് അറിയുള്ളൂ. ആ ഒരു ജേർണി നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന്റെ മുന്നത്തെ ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എവിടുന്നാണ് ഞാൻ തുടങ്ങേണ്ടത്? ഏത് ഇയർ തൊട്ട് തുടങ്ങണം? അതിന് മുന്നേ ഞാൻ 1 വയസ്സ് തൊട്ട് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ലൈക്ക് കുറച്ച് ഒരു പാസ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ മെമ്മറബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ കടന്നു വന്ന വഴികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പൊ പറയാൻ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു, SCMS-ലായിരുന്നു. അതിന് മുന്നേ ഞാൻ സ്കൂളിംഗ് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്നോട്ട് തന്നെ എനിക്ക് ഇങ്ങനെ കുറച്ച് ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പൂജ ഇപ്പൊ വന്നപ്പോ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, അമ്മയും അച്ഛനും എല്ലാവരും ടീച്ചേഴ്സാണ്. ഞാൻ ശ്രദ്ധിച്ചു, ആന്റി ടീച്ചറാണ്, എല്ലാവരും ടീച്ചറാണ്. അതെ, എല്ലാവരും ടീച്ചേഴ്സാണ്. അമ്മയുടെ അച്ഛനും ഒക്കെ ടീച്ചേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ എത്ര മാർക്കാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര നമ്മളെ വിലയിരുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയോ കേട്ട ഐശ്വര്യ പറയണത്, അതായത് ഒട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, ലൈക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ വീഡിയോസിലേക്ക് ഇറങ്ങുന്നത് ആദ്യം വീട്ടുകാർക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത്, ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്, നമ്മളൊരു നോർമൽ ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഒട്ടും അറിയാത്തൊരു ഫീൽഡിലോട്ട് ഇറങ്ങി നമ്മളിങ്ങനെ വീഡിയോ ഇടുക, ആൾക്കാർ കാണുക, അതിനെപ്പറ്റി അഭിപ്രായം പറയാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാൻ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും കല്യാണം എൻ്റെയൊക്കെ ഫാമിലിയിൽ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു.